സിദ്ദീഖിന്റെ അറസ്റ്റ് തടയുക എന്ന സുപ്രധാനമായ നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 2 ആഴ്ചക്കാലത്തേക്കാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഈ 2 ആഴ്ചക്കാലം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ്. നടൻ സിദ്ദീഖിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഈ ഒരു ജാമ്യം നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സിദ്ദീഖ് എന്തായാലും ഒളിവിൽ പോയതിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ബഹളമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാര്യം പോലീസുകാരുൾപ്പെടെ പറഞ്ഞു എല്ലാ തെളിവുകളും ഉണ്ട്. മീഡിയാസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ ഒരുപാട് തെളിവുകളുണ്ട്. കാര്യം സിദ്ദീഖിനെതിരെ ശക്തമായിട്ട് തന്നെ സർക്കാർ പ്രതികരിക്കുന്നു. സർക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ജാമ്യാപേക്ഷ എതിർക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ജാമ്യത്തിനകത്ത്. എന്തുകൊണ്ട് 8 വർഷം എടുത്തു ഈ ഒരു കേസ് കൊടുക്കാൻ എന്നൊക്കെയുള്ള കാര്യമാണ് ചോദിച്ചത്. പിന്നെ ഈ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം ഇങ്ങനെ ഒരു ആരോപണം പറയുന്നതല്ലാതെ ലൈംഗികമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിച്ചു എന്ന് ഈ പറയുന്ന ഫേസ്ബുക്കിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് വന്നതെന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ ഇടുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രത്തോളം നാണക്കേടാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പീഡിപ്പിച്ചു ഹോട്ടലിൽ ചെന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. ചോറും തൈരും കഴിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റൂമിന്റെ തൊട്ട് പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതൊന്നും ഒരു പ്രോപ്പർ എവിഡൻസ് അല്ല. പക്ക എവിഡൻസ് ഈ പറയുന്ന പോലീസിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കോടതി സിദ്ദീഖിന് ജാമ്യം കൊടുത്തത്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടുനോക്കാം. സിദ്ദീഖിന്റെ അറസ്റ്റ് തടയുക എന്ന സുപ്രധാനമായ നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 2 ആഴ്ചക്കാലത്തേക്കാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഈ 2 ആഴ്ചക്കാലം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. സിദ്ദീഖിന് ആശ്വാസകരമാവുന്ന നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ബലായം ത്രിവേദി അധ്യക്ഷയായ 2 അംഗ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശക്തമായ വാദമാണ്. അതായത് മറുവാദം സംസ്ഥാന സർക്കാരും ഒപ്പം അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകയും ഉന്നയിച്ചുവെങ്കിലും ആ വാദത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് എന്ന നിലയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് സിദ്ദീഖിനെ സംബന്ധിച്ച് ഏറെ അങ്ങേയറ്റം ആശ്വാസകരമായ നടപടിയാണ്. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് അതുവരെയും അറസ്റ്റ് തടയണം, അന്തിമ തീരുമാനമെടുക്കുന്നവരെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സിദ്ദീഖ് ഉയർത്തിയിരുന്നത്. ആ ആവശ്യമാണ് സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ചത്. സിദ്ദീഖിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമായ നടപടി, ഏറെ പ്രതീക്ഷയുള്ളൊരു നടപടി കൂടിയാണ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. അപ്പം 2 ആഴ്ചത്തേക്ക് നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്തായാലും ആ ജാമ്യം തന്നെയാണ്. ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും സിദ്ദീഖിനെ ഇനിയിപ്പോൾ അത്ര പെട്ടെന്നൊന്നും പോയി പിടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. ഇനി സിദ്ദീഖ് വേറൊരു കാര്യമുണ്ട്, ഈ ഒരു അന്വേഷണ സംഘമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും തെളിവെടുപ്പിനും കാര്യങ്ങൾക്കും എല്ലാം സിദ്ദീഖ് പോവേണ്ടി വരും. എന്തായാലും ആ ഒരു രീതിയിൽ എന്തായാലും അങ്ങ് നടക്കും. ഇതാണ് നമ്മുടെ കോടതി നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. തെളിവുകൾ എന്ന് പറയുന്ന ഒരു സാധനം മെയിനാണ്. തെളിവുകളില്ലെങ്കിൽ ആരെ പറ്റിയും വന്ന് നമ്മൾ ആരെക്കുറിച്ചും ഒന്നും പറയാതിരിക്കുക. ഇപ്പം നമ്മൾ ഈ ബാലേന്ദ്ര മേനോനൊക്കെ എതിരെ വന്ന ഒരു കാര്യമുണ്ടല്ലോ, അതെല്ലാം ഒരുപാട് നാളുകൾക്ക് മുന്നേ നടന്നതാണ്. ഇതാണ് പറഞ്ഞത്, തെളിവുകളില്ല. ഇതൊക്കെ കോടതിയിൽ കയറി കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് കളയും. കോടതിക്ക് വേണ്ടത് പ്രോപ്പർ എവിഡൻസോടെ കാര്യം വേണം. ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കോടതി അത് കേസെടുക്കും. അല്ലാത്ത പക്ഷം ചുമ്മാതെ വായിട്ട് കിടന്ന് അലയ്ക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദീഖിൻ്റെ ഭാഗത്ത് തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വാർത്തകൾ വന്നതും ആ പെൺകുട്ടിയുടെ സംസാരമായാലും എല്ലാ കാര്യങ്ങളും. കാര്യം അത്രയും കോൺഫിഡൻസോടെ തന്നെയായിരുന്നു ആ പെൺകുട്ടി ഈ ഒരു നിമിഷം വരെ ആ ഒരു വിഷയത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, ഇത്രയും വർഷമായ കാര്യം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അന്നേ കേസ് കൊടുത്ത് അന്നേ ഈ ഒരു കാര്യത്തിന് പോകണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വൈകിച്ചു പോയി. ഇത്രയും വെച്ച് നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. അന്നേ ഈ ഒരു വിഷയം നല്ല രീതിയിൽ പ്രതികരിച്ച് കേസും കാര്യങ്ങൾക്കും പോയായിരുന്നുവെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആയേനെ. ഇതിപ്പോൾ സിദ്ദീഖിന് ഇനി വേറൊരു കാര്യം പറയാം. ഹോട്ടലിൽ ഒരുപാട് പേര് വന്ന് സന്ദർശിക്കും. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എൻ്റെ റൂമിൽ വന്ന് പലരും വിസിറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെയുള്ള ഒരു രീതിയിലോട്ടൊക്കെ പോകും. കാര്യം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒന്നുമില്ലല്ലോ, ഒരു എവിഡൻസും ഇല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ചിലവാക്കിയിട്ട് കാണാം. മാത്രമല്ല സുപ്രീം കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, ഇടക്കാല ഉത്തരവിലേക്ക് എത്താൻ, അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ പരാതി നൽകാൻ വൈകി എന്നുള്ള കാരണമാണ്.
അതിൽ എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന കാര്യം ചോദിച്ചു. പക്ഷേ ഇതിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ 8 വർഷത്തോളം എന്ത് ചെയ്തു എന്നൊരു ചോദ്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ നിരവധിയായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സിദ്ദീഖിനെതിരെ ഈ അതിജീവിത ഇട്ടിട്ടുണ്ട്, പലവട്ടം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും ഇങ്ങനെ ഒരു ലൈംഗിക കുറ്റകൃത്യം സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല എന്ന ഏത് വാദമാണ് സുപ്രീം കോടതി മുഖവിലക്കെടുത്തത് എന്നതും പ്രധാനമാണല്ലോ ശ്യാം. ഇപ്പോൾ പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതടക്കം വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള സിദ്ദീഖിന്റെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പൊതുജനത്തോട് വിളിച്ചു പറയണമെന്നില്ലല്ലോ. അത് ഒരു കാരണമായി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അതേ കാരണം സുപ്രീം കോടതിയിൽ അനുകൂലമായ ഒരു വിധിക്ക് കാരണമായി എന്ന് കരുതാൻ കഴിയുമോ? മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ വാദങ്ങൾ സിദ്ദീഖിന്റെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി മുന്നോട്ട് വെച്ചു? ഈ ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചിന് മുൻപാകെ സിദ്ദീഖിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ വിജയിക്കുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്? ഇനി വെക്കാനൊന്നുമില്ല. സിദ്ദീഖിന് ജാമ്യം കിട്ടി, വേറെ കാര്യമൊന്നുമില്ല. കാര്യം തെളിവുകളില്ല. പിന്നെ അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ കോടതി ആഞ്ഞടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഇത്രയും വർഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ള കാര്യമല്ലേ? ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും ഇതിനകത്ത് എന്തോ പറഞ്ഞ് നിൽക്കാൻ പറ്റും. സുപ്രീം കോടതിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. കാര്യം ഹൈക്കോടതിക്ക് ഏകദേശം മനസ്സിലായി ഇതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഹൈക്കോടതി തള്ളിയത്. എന്നാലും സുപ്രീം കോടതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഒന്നാമത്തെ കാര്യം, ഫേസ്ബുക്കിന്റെ കാര്യത്തിനകത്തോട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ 7-8 വർഷം കേസ് കൊടുക്കാത്തതിനകത്തും പിന്നെ അത് മാത്രമല്ല, ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്തുള്ള മെയിൻ എവിഡൻസും അതൊന്നുമില്ല. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് വെച്ചിട്ട് സിദ്ദീഖ് ഇക്ക എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ഫേസ്ബുക്കിൽ. അതായത് ആ അക്കൗണ്ടിൽ ത്രൂ ആണ് ഈ പെൺകുട്ടി സിദ്ദീഖുമായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് വഴിയാണ് ഈ പറയുന്ന ഹോട്ടലിലോട്ട് ചെന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് പോലും ഇപ്പം ഡിലീറ്റ് ആയിട്ടുണ്ട്. ആ അക്കൗണ്ട് മറ്റേലങ്ങാണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഡീആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ എവിഡൻസുകളൊന്നുമില്ല. അതും നിങ്ങൾ ആലോചിച്ചോണം, അതൊരു മെയിൻ എവിഡൻസ് ആയിരുന്നു. ആ സാധനം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കാര്യം ഒരിക്കലും ആ പെൺകുട്ടിക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് കോടതിയിൽ കാണിച്ചത്. കാര്യം ഹൈക്കോടതിയിൽ ഇങ്ങനൊരു കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. കാര്യം സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഹൈക്കോടതിയിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി എനിക്ക് തോന്നുന്നു അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു കാര്യമൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, സിദ്ദീഖിന് വേണ്ടി അപ്പിയർ ചെയ്തൊക്കെ അത്യാവശ്യം നല്ല കിടിലം അഡ്വക്കേറ്റാണ്. ഇനി ഈ ഒരു കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നിലനിൽക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതും ചീറ്റിപ്പോവും. ഇതോടുകൂടി വേറൊരു കാര്യം മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് സിദ്ദീഖിനെ ഇത്ര നാൾ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നതെന്ന് ഉള്ള സത്യം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. ഇതുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്യാഞ്ഞത്. കാര്യം വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഒന്നുമില്ലാതെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് തോന്നുന്നു പോലീസുകാർ പോലും മടിച്ചത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. ഇനിയിപ്പോൾ സിദ്ദീഖിന് ഇപ്പോൾ ഒരു ഓസ്കാർ അവാർഡും കൂടെ കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെന്തായാലും കഴിവതും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് പറയാം. എന്തായാലും നീതി തേടി വരുന്ന ജെനുവിൻ കേസുകളുണ്ടല്ലോ, അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾക്കൊന്നും നീതി കിട്ടുന്നില്ല. കിട്ടാതെ വേറെ ഒന്നുമല്ല, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. പ്രോപ്പർ എവിഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവർ കേസെടുക്കത്തുള്ളൂ. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.